ഞാൻ ചെറുപ്പക്കാരൻ, ഇതിവിടുത്തെ ചെറുപ്പക്കാരി. എന്ത് പേരൊന്ന ചെറുപ്പക്കാരി എന്നുള്ള പേര്? ലത. ലത. എത്ര വയസ്സ് ചെറുപ്പക്കാരിക്ക്? 60 കഴിഞ്ഞു. ഓ 60 ചെറുപ്പാ. അല്ല കടയുടെ പേര് ചെറുപ്പക്കാരന്റെ തട്ടുകട. അതെന്റെ മോനാണ് ചെറുപ്പക്കാരൻ. പിന്നെ എങ്ങനെ തിരിച്ചു ഹോട്ടൽ ഫീൽഡിലേക്ക്? അത് എന്റെ മോൻ പറഞ്ഞ നമുക്ക് ഇവിടെ ഊണ് തുടങ്ങാൻ. അവൻ തട്ടുകട തുടങ്ങിയതാണ് ആദ്യം. പിന്നെ പറഞ്ഞ അമ്മയും കൂടെ വാ, അമ്മ അവിടെ ഇരി ഊണ് തുടങ്ങാൻ. പേര് മാറ്റിയില്ല? പേരിപ്പോഴും ചെറുപ്പക്കാരന്റെ. ചെറുപ്പക്കാരിയാണല്ലോ അല്ലേ? സ്ട്രോങ് അല്ലേ? സ്ട്രോങ് തന്നെ. പണിയൊക്കെ ഒറ്റയ്ക്ക് എടുക്കും എല്ലാ കാര്യങ്ങളും? എല്ലാം ചെയ്യും. അപ്പൊ വൈകുന്നേരത്തെ കട വിട്ടോ? തട്ടുകട വിട്ട്. അവന് മീൻകട ഉണ്ട്, അതുകൊണ്ട് തട്ടുകട വിട്ടു. അപ്പൊ അമ്മ രാവിലെ വരും? രാവിലെ 7 ഇവിടെ എത്തും. പിന്നെ ചോറും പഴങ്കഞ്ഞി? ചോറിന് കറികളെല്ലാം ഉണ്ട്. ഇഞ്ചി കറി തൊട്ടുണ്ട്, എല്ലാം ഉണ്ട്. 15ഓളം കറി ഉണ്ടാവും? ഉണ്ട്. എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കും? കറിയെല്ലാം വെക്കണം ഞാൻ തന്നെ. സഹായിയായിട്ട് എവിടെ ഉണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. നമുക്ക് എന്തില്ലേ ഇതൊക്കെ ചെറുത്. എത്ര തുടങ്ങിയിട്ട്? ഇപ്പൊ 8 മാസമായി. 8 മാസമായി. ഈ അസ്ത്രം ഉണ്ടോ? അപ്പൊ അസ്ത്രം കൊണ്ട് ഇന്നില്ല, കുറച്ച് ചില ദിവസങ്ങളിലേ വെക്കൂ. നമ്മുടെ ചേമ്പ് ചേന അതെല്ലാം. പിന്നെ വൻപയറിടും, മത്തനിടും, അതെല്ലാം കൂടെ ഇട്ട് ഉടച്ചു കറി. എരിശോരി. എന്ത് മത്തിയോ? മത്തി എല്ലാ ദിവസം ഉണ്ടാവുമോ? മോൻ കൊണ്ടുവരും കടപ്പുറത്തെ മീൻ. ഇത് നമ്മുടെ ചെറുപ്പക്കാരനും മീൻ കച്ചവടം. അപ്പൊ ഇന്നത്തെ മത്തി മീൻ ഇന്ന് മത്തിയും വങ്കടയുണ്ട്. വീട് ഇപ്പൊ എവിടെയാ? വീട് പൊരുന്തമൺ, കിളിമാനൂരിന്ന് 10 രൂപ അപ്പുറം. പിന്നെ നമ്മുടെ പ്രധാന സ്പെഷ്യൽ ആയിട്ട് എന്താ? ഇഞ്ചിക്കറി, സാമ്പാർ. ഈ വന്നതാണ് എന്റെ ചെറുപ്പക്കാരൻ മോൻ. എന്നോണ്ട് സുഖം തന്നെ. പിന്നെ നമ്മള് കട കച്ചവടാക്കി അമ്മക്ക്. ആ പേര് മാറ്റാൻ പോവാ. ലതാമ്മയുടെ അടുക്കള അല്ലേ അമ്മേ? പേര് മാറ്റണ്ട. എന്നും ചെറുപ്പക്കാരന്റെ തട്ടുകടയെന്ന്. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നൈറ്റ് നിർത്തി പൂർണ്ണമായിട്ടോ? നൈറ്റ് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇനി തുടങ്ങും. സ്റ്റാഫൊന്നും ഇല്ലാതെ വന്നപ്പം ഷോട്ട് വന്നപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ അമ്മ മതി. ബ്രാൻഡായി മാറി. നല്ല ഫുഡാണ്. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ വേറെ കാപ്പിയൊന്നും കുടിക്കാൻ പോകത്തില്ല. നേരെ ഇവിടെ വന്നത് കഴിക്കാറുള്ളൂ. ഓർഡർ ഇപ്പൊ വന്ന് 7 ഊണ് വേണം, മത്തിയും വേണം, പിന്നെ വങ്കടയും വേണം. അപ്പൊ കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ചോറ് എല്ലാം റെഡിയായി. എല്ലാം റെഡി. 10-15 റെഡിയാവും എല്ലാം. 11 മണിയാകുമ്പോ റെഡിയായിരിക്കും. ഒന്ന് വിട്ടേക്കാം. പിന്നെ പാഴ്സല് പൊതിയും അണ്ണൻ. രണ്ടോ ഐറ്റം ഒന്നല്ല കേട്ടോ. അതായത് 10-15ഓളം ഐറ്റം കൂട്ടിയിട്ടുള്ള ഊണ്. അതായത് ഒരു സദ്യ എന്നൊക്കെ പറയാം. എല്ലാ അമ്മയുടെ കൈപ്പുണ്യത്തിൽ അമ്മ ഉണ്ടാക്കുന്ന അമ്മയുടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ. അത് ടോമേറ്റും മീൻ പൊരിച്ചതും മീൻകറിയും കൂട്ടിയിട്ടാണ് 120 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നത് അമ്മ. 3 തരമല്ല, സാമ്പാറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, രസമുണ്ട്, മീൻകറി, 4 തരം ഒഴിച്ചറി. നമ്മളിപ്പം എക്സ്ട്രാ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കിളിമാനൂർ കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് കൊട്ടരക്കര ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കിളിമാനൂർ കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ തന്നെ കാണാം. റൈറ്റ് സൈഡിൽ അവിടെ നിന്ന് വരുമ്പോൾ കേട്ടോ. ചെറുപ്പക്കാരൻ്റെ കട. പക്ഷേ ഇനി കുറച്ച് മാസങ്ങളാകുമ്പോൾ പേര് മാറ്റൂല്ലേ? ലതാമ്മയുടെ അടുക്കള നോക്കും പേര്. എല്ലാവരും ലതയെന്ന് തന്നെ പറയുന്നത്. ചെറുപ്പക്കാരനെ പുറത്താക്കാൻ പോകും അവിടെ നിന്ന്. എന്ന് പറഞ്ഞോ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം ഈ പുളിയിഞ്ച. ഇഞ്ചിയില്ലേ? എന്തായാലും ഭക്ഷണത്തെ കാര്യത്തിൽ ഗംഭീരം. ഞാൻ കഴിച്ചും എല്ലാം അങ്ങ് വിട്ടേക്കും. ഇതുപോലുള്ള അമ്മമാരെ പരിചയപ്പെടുത്താൻ പറ്റട്ടെ. നല്ല രുചികൾ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റട്ടെ. നല്ല രുചികൾ നിങ്ങൾക്ക് എത്തിക്കും നമ്മൾ ഷുവർ. എന്തായാലും കഴിച്ചിട്ട് ഞാൻ മെല്ലെ വിടും. അപ്പോൾ വീണ്ടും പാക്കല പോട്ടെ. ബൈ. ഓക്കെ, സീ യു.